ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ അധ്വാനിക്കാറുണ്ട്? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ടാവും, 10 മണിക്കൂർ തൻ്റെ ജോലിയിലോ ബിസിനസ്സിലോ ചെലവഴിക്കുന്നവരുണ്ടാവും. ചിലർ ജോലിയൊന്നും ചെയ്യാതെ തന്നെ വീട്ടുകാർക്കൊപ്പം ചെലവഴിച്ചും യാത്രകൾ ചെയ്തും പാസീവായി വരുമാനം കണ്ടെത്തുന്നവരും എല്ലാവരും നമുക്കിടയിലുണ്ടാവും. സത്യത്തിൽ ഒരാൾ എത്ര സമയമാണ് ജോലി ചെയ്യേണ്ടത്? പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? ഇൻഫോസിസിന്റെ സ്ഥാപകൻ നാരായണമൂർത്തി ആളുകൾ ആഴ്ചയിൽ 72 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആകെ പുകിലായത്. എന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളുണ്ടെങ്കിൽ 10 മണിക്കൂറിലധികം ഒരു ദിവസവും ജോലിയെടുക്കണം. ഈയടുത്ത് ഞാനൊരു പോഡ്കാസ്റ്റ് കണ്ടിരുന്നു. പ്രമുഖ ഇന്ത്യൻ സംരംഭകൻ നിഖിൽ കാമത്ത് എലോൺ മാസ്കുമായി നടത്തുന്ന ഒരു സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ പേര് തന്നെ എ ഡിഫറൻറ്റ് കോൺവെർസേഷൻ എന്നാണ്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നിഖിൽ കാമത്ത് എലോൺ മസ്കിനോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. താങ്കൾ മണിക്കൂറുകൾ ഭ്രാന്തമായി പണിയെടുക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിന് മസ്കിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ജോലി ചെയ്യുകയല്ല, നമ്മൾ ആത്മാർത്ഥമായി ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കില്ല. ശരിയല്ലേ? സമയം നോക്കാതെ നമുക്കൊരു കാര്യത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയാവും നമ്മൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കതൊരു ജോലിയായി തോന്നുകയേയില്ല. ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിലൊരു ചെറിയ കളിപ്പാട്ടം അഴിച്ചു കിട്ടിയാൽ അത് തിരിച്ച കളിപ്പാട്ടമാക്കി മാറ്റാൻ വേണ്ടി അവരതിലിങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും, ക്ലോക്ക് നോക്കാറില്ല. അതുപോലെയാണ് അത്തരം ജോലികൾ ചെയ്യുന്ന മനുഷ്യരും. അതുകൊണ്ട് നിങ്ങൾ ക്ലോക്കിൽ നോക്കി ആകരുത് എപ്പോഴും നിങ്ങളുടെ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സാധാരണ എംപ്ലോയർ മാത്രമാണ്, അഥവാ സാധാരണ എംപ്ലോയി മാത്രമാണ്. അങ്ങനെയല്ല, പകരം നിങ്ങൾ ക്ലോക്കിൽ നോക്കാതെ ആ ജോലി ആസ്വദിച്ച് ചെയ്യുകയും ക്ലോക്കിൻ്റെ വഴിക്ക് പോവുകയും ചെയ്താൽ നിങ്ങളിൽ ആരൊക്കെയോ ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ആകാൻ പോകുന്നു എന്നാണ്.